നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ള പേടി പലപ്പോഴും ആളുകളെ വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പുതുതായി ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ എന്ത് ഒരു അല്ലെങ്കിൽ പുതിയൊരു കാര്യം പഠിക്കുകയാണെങ്കിലും ഒക്കെ പലപ്പോഴും സമൂഹത്തിനെ പേടിക്കുക അല്ലെങ്കിൽ ആളുകളെ പേടിക്കുക ഇതൊരു വലിയ പ്രതിസന്ധി ആവാറുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ നോക്കാം. ഇതിൽ നമ്മൾ ശീലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ഇഗ്നോറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കാനാണ്. അതായത് നമ്മൾ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ചിന്തകളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. എന്ത് കാര്യത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാണ് മെന്റൽ ഹൈജീൻ. നമുക്ക് മറ്റുള്ള ഭാഗത്തു നിന്നുള്ള തോട്ട്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ ചിന്തകൾ എങ്ങനെയാണ് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് അതിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ യോഗ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കുക. പിന്നെ അടുത്താണ് ബയസ് റിഡക്ഷൻ. ഈ ബയസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു, ഈ സമയത്ത് തന്നെ മറ്റുള്ള ആളുകളിലേക്ക് അമിതമായിട്ട് അഭിപ്രായങ്ങൾ എടുക്കാനും അവരുടെ കാര്യങ്ങളെ വില കൊടുക്കാനും നിൽക്കുമ്പോൾ നമ്മൾ എന്തിനായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്, അത് നമ്മൾ വളരെയധികം പ്രയാസത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. അത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിയേറ്റീവ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് കൂടുതലായിട്ടുള്ള വാല്യൂ കൊടുക്കുക, നമ്മളെ ചിന്തകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവരുടെ ചിന്തകളിലേക്ക് നമ്മൾ തീരെ പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളുടെ ഇതിൽ തന്നെ കോൺഫിഡൻസ് നിലനിർത്തിക്കൊണ്ട് നമ്മളത് ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമവും നമ്മൾ നന്നായിട്ട് ചെയ്യുക. ഇതാണ് നമുക്ക് എപ്പോഴും കൺട്രോൾഡ് ഇഗ്നോറൻസ് ശീലിക്കാനുള്ള ഒരു തന്ത്രം. താങ്ക് യു.